നാരായണ. ഹരി ഓം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം. സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. ഇന്ന് നമ്മുടെ ഗുരുനാഥൻ്റെ 5ാം സമാധി ദിനം ആചരിക്കുന്ന ദിവസമാണ്. സെപ്റ്റംബർ 23, 2015 അന്നാണ് സ്വാമിജി തൻ്റെ ഭൗതികദേഹം വെടിഞ്ഞ് ബ്രഹ്മലീനനായത്. ആ ഒരു സ്മരണയ്ക്ക് മുമ്പിൽ നമ്രശിരസ്കനായി സ്വാമിജിയുടെ പാദാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുകയാണ്. ആ സ്വാമിജിയെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ സ്വാമിജിയെക്കുറിച്ചിട്ടുള്ള ഒരു 5 ശ്ലോകങ്ങളുണ്ട്. ദയാനന്ദ പഞ്ചകം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സ്തോത്രം. അതൊന്ന് ചൊല്ലിയ ശേഷം നമ്മുടെ റെഗുലർ ക്ലാസ്സിലേക്ക് നമുക്ക് വരാം. ഓം ദയാകരം ദയാകാരം ദാന്തം ധർമ്മപ്രവർത്തകം പ്രണമാമി ദയാനന്ദം മദാചാര്യവരം പരം. സദാ സ്മേരവക്ത്രം കൃപാപൂർണനേത്രം സ്ഥിരം ദീനമിത്രം ജനപ്രീതിപാത്രം സുവിജ്ഞാതശാസ്ത്രം കഷായാക്തവസ്ത്രം ദയാനന്ദരൂപം മദാചാര്യമീഡേ. പരബ്രഹ്മനിഷ്ഠം സ്വതോ ധർമ്മനിഷ്ഠം അഹിംസൈകനിഷ്ഠം സ്വശിഷ്യൈ സുജുഷ്ടം യതീനാം വരിഷ്ഠം ഗുരൂണാം ഗരിഷ്ഠം ദയാനന്ദരൂപം മദാചാര്യമീഡേ. സുശാസ്ത്രേ ചരന്തം സദാ സഞ്ചരന്തം ജനാൻ ബോധയന്തം ഭവാദുദ്ധരന്തം മഠാൻ സ്ഥാപയന്തം ഗുരൂൻ പൂജയന്തം ദയാനന്ദരൂപം മദാചാര്യമീഡേ. കലാനാം പ്രചാരം ദധാനം വിനമ്രം
സ്വയം ഗ്രന്ഥകാരം സതാമാനിതാരം നമത്താപഹാരം സ്വയം നിർവികാരം ദയാനന്ദരൂപം മദാചാര്യമീഡേ സദാ ശാന്തിമൂർത്തിം സദാ ക്ഷാന്തിമൂർത്തിം സദാ ദാന്തിമൂർത്തിം സദാ സത്യമൂർത്തിം പ്രമാണപ്രവൃത്തിം ദിശന്തം സുകീർത്തിം ദയാനന്ദരൂപം മദാചാര്യമീഡേ ദയാനന്ദരൂപം മദാചാര്യമീഡേ ഇദം പഞ്ചകം യഃ പഠേത് ശുദ്ധചിത്തഃ സദാ മോക്ഷമാർഗേ നിതാന്തം പ്രവൃത്തഃ പ്രസാദാത് സ ശാസ്ത്രുർഭവേത് ജ്ഞാനയുക്തഃ സജീവൻ മൃതോ വാ ഭവേന്നിത്യമുക്തഃ സജീവൻ മൃതോ വാ ഭവേന്നിത്യമുക്തഃ ദയാനന്ദരൂപം മദാചാര്യമീഡേ ദയാനന്ദരൂപം മദാചാര്യമീഡേ. ഓം ശ്രീ ദയാനന്ദ സദ്ഗുരവേ നമഃ. ഹരി ഓം. നമുക്ക് 10:30 സെഷനിൽ സ്വാമിജിയെക്കുറിച്ചും സ്വാമിജിയുടെ പാദപൂജയും ഒക്കെ ചെയ്യാം. ഇപ്പം നമുക്ക് ആദിശങ്കര ഭഗവത്പാദകൃതമായ വിഷ്ണുപാദാദി കേശാന്ത സ്തോത്രം അതിൻ്റെ അവസാന ഭാഗത്തിലാണ് നമ്മൾ അത് പൂർത്തീകരിക്കാനായിട്ട് ശ്രമിക്കാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാലയേശമനിശം ഹൃദി ഭാവയാമി. സശംഖചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലശോഭി കൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. വനമാലീ ഗദീ ശാർംഗീ ശംഗീ ചക്രീ ച നന്ദഗീ ശ്രീമാൻ നാരായണോ വിഷ്ണുഃ വാസുദേവോഭിരക്ഷതു. വനമാലീ ഗദീ ശാർംഗീ ശംഗീ ചക്രീ ച നന്ദഗീ ശ്രീമാൻ നാരായണോ വിഷ്ണുഃ വാസുദേവോഭിരക്ഷതു. വനമാലീ ഗദീ ശാർംഗീ ശംഗീ ചക്രീ ച നന്ദഗീ ശ്രീമാൻ നാരായണോ വിഷ്ണുഃ വാസുദേവോഭിരക്ഷതു. ഓം നമോസ്ത്വനന്ദായ സഹസ്രമൂർത്തയേ സഹസ്രപാദാക്ഷി ശിരോരുബാഹവേ സഹസ്രനാമനേ പുരുഷായ ശാശ്വതേ സഹസ്രകോടിയുഗധാരിണേ നമഃ. സഹസ്രകോടിയുഗധാരിണേ നമഃ. ഓം നമ ഇതി. നാരായണ.
അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശികാതാപസമ്പച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പദന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപ. ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമഃ പരമർഷിഭ്യോ നമഃ. പരമർഷിഭ്യഃ. നാരായണ. വിഷ്ണുപാദാദി കേശാന്ത സ്തുതി 45 ശ്ലോകം മുതൽക്ക് ഒന്നുകൂടെ വായിക്കാം, 52 വരെ. മാലാളി വ്യാളിധാംനഃ കുവലയ കലിതാ ശ്രീപതേ കുന്തളാളി കാളിന്ദ്യാരുഹ്യ മൂർധ്നോ ഗളതി ഹരശിരസ്വർധുനീ സ്പർദ്ധയാനു രാഹുർവായാതി വക്ത്രം സകല ശശികലാഭ്രാന്തിലോലാന്തരാത്മാ ലോകൈരാലോക്യതേയാ പ്രതിശതു സതതം സാഖിലം മംഗളം നഃ. സുപ്താകാരാഃ പ്രസുപ്തേ ഭഗവതി വിബുധൈരപ്യദൃഷ്ടസ്വരൂപാഃ വ്യാപ്തവ്യോമാന്തരാളാസ്തരളമണിരുചാരഞ്ജിതാ സ്പഷ്ടഭാസഃ ദേഹച്ഛായോദ്ഗമാഭാ റിപുവപുരകരുപ്ലോഷരോഷാഗ്നിധൂമ്യാഃ കേശാ കേശിദ്വിഷോനോ വിദദതു വിപുലക്ലേശപാശപ്രണാശം. യത്ര പ്രത്യുപ്തരത്നപ്രവരപരിലസദ്ഭൂരിരോചിഷ്പ്രതാനസ്ഫൂർത്യാ മൂർത്തിം മുരാരേഃ ദ്യുമണിശതചിദവ്യോമവദ്ദുർനിരീക്ഷ്യ കുറുവത്പാരേ പയോധിജ്വലതകൃശശിഖാഭാസ്വദൗർവാഗ്നിശങ്ക ശശ്വം ന ശർമ്മതി സ്യാത് കലികലുഷതമഃ പാടനം തത്കിരീടം. ഭ്രാന്ത്വാ ഭ്രാന്ത്വാ യദന്തസ്ത്രിഭുവനഗുരുരപ്യബ്ദകോട്ടീരനേക ഗന്ധും നാന്തം സമർത്ഥോ ഭ്രമര ഇവ പുനർനാഭിനാളീകനാളാത് ഉന്മജ്ജന്നൂർജിതശ്രീസ്ത്രിഭുവനമപരം നിർമ്മമേതൽ സദൃക്ഷം ദേഹാംബോധിസ്സദേയാത് നിരവധിരമൃതം ദൈത്യവിദ്വേഷിണോ നഃ. മത്സ്യക്കൂർമോ വരാഹോ നരഹരിണപതിർവാമനോ ജാമദഗ്ന്യഃ കാകുൽസ്ഥഃ കംസഘാതി മനസിജ വിജയീ യശ്ച കൽക്കിർഭവിഷ്യൻ. വിഷ്ണോരംശാവതാരാ ഭുവനഹിതകരാ ധർമ്മസംസ്ഥാപനാർത്താഃ പായാസുർമാം തയേതേ ഗുരുതര കരുണാഭാരഖിന്നാശയായേ. യസ്മാദ്വാജോ നിവൃത്താഃ സമമപി മനസാ ലക്ഷണാമീക്ഷമാണാഃ സ്വാർത്ഥാലാഭാത് പരാർത്ഥവ്യപഗമകഥനശ്ലാഘിനോ വേദവാദാഃ നിത്യാനന്ദം സ്വസംവിന്നിരവധി വിമലസ്വന്ദസംക്രാന്തബിംബച്ഛായാപത്യാപി നിത്യം സുഖയതി യമിനോ യത്തദവ്യാന്മഹോ നഃ. ആപാദാദാച ശീർഷാദ് വപുരിതമനഘം വൈഷ്ണവം യസ്വചിത്തേ ധത്തേ നിത്യം നിരസ്താഖില കലികലുഷേ സന്തതാന്തഃ പ്രമോദഃ. ജുഹ്വജിഹ്വാകൃശാനൗ ഹരചരിത ഹവിസ്തോത്രമന്ത്രാനുപാഠൈഃ തൽപാദാംബോരുഹാഭ്യാം സതതമപി നമസ്കുർമഹേ നിർമ്മലാഭ്യാം. മോദാത് പാദാദികേശസ്തുതിമിതി രചിതാം കീർത്തയിത്വാ ത്രിധാംനഃ പാദാബ്ജദ്വന്ദ്വസേവാ സമയനതമതിർ മസ്തകേനാനമേദ്യഃ
ഉന്മുച്ഛൈവാത്മനൈനോ നിചയ കവചകം പഞ്ചതാമേത്യഭാനോ ബിംബാന്തരഗോചരം സഹ പ്രവിശതി പരമാനന്ദമാത്മസ്വരൂപം. ഇതി ആദിശങ്കര ഭഗവത്പാദകൃതം വിഷ്ണുപാദാദികേശാന്തസ്തോത്രം സമ്പൂർണം. ഓം ഹരി ഓം. ഭഗവാന്റെ സഗുണസാകാര രൂപം പാദാദികേശം വർണ്ണിച്ച ശേഷം ഭഗവാന്റെ മൊത്തത്തിലുള്ള ശരീരത്തെ ഒരു സമുദ്രത്തോട് ഉപമിച്ച് അനന്തതയെ പ്രകാശിപ്പിച്ച് ബ്രഹ്മദേവന് പോലും എന്താണെന്ന് ഗ്രഹിക്കാൻ പറ്റാതിരുന്നതായിട്ടുള്ള ആ ഭഗവാന്റെ മാഹാത്മ്യത്തെ വർണ്ണിച്ച് അതിനുശേഷം ഭഗവാന്റെ വിവിധ അവതാരങ്ങളെക്കുറിച്ചും വിഭൂതികളെക്കുറിച്ചും സൂചിപ്പിച്ച് 50-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ തത്വത്തെക്കുറിച്ച്, ഭഗവാന്റെ ആ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ച് വർണ്ണിച്ച് നമസ്കരിക്കുകയാണ്. ആ മഹസ് നമ്മളെ രക്ഷിക്കട്ടെ, ആ ചൈതന്യം, ആ തേജസ്, ആ ബ്രഹ്മം നമ്മളെ രക്ഷിക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ നമസ്കരിക്കുകയാണ്. യസ്മാത് വാചോ നിവൃത്താഃ സമമപി മനസാ ലക്ഷണാമീക്ഷമാണാഃ സ്വാർത്ഥാലാഭാത് പരാർത്ഥവ്യപഗമകഥനശ്ലാഘിനോ വേദവാദാഃ നിത്യാനന്ദം സ്വസംവിന്നിരവധി വിമലസ്വന്ദസംക്രാന്തബിംബച്ഛായാപത്യാഭിനിത്യം സുഖയതി യമിനോ യത്തദവ്യാന്മഹോ നഃ. അപ്പോൾ ഏതൊന്നിൽ നിന്ന് വാക്കുകൾ മനസ്സോടുകൂടെ നിവർത്തിക്കുന്നു, വാക്കിനും മനസ്സിനും പ്രാപ്യമല്ലാത്തതാണ് ആ ഭഗവാന്റെ സ്വരൂപം. യസ്മാത് വാചോ നിവൃത്താഃ സമമപി മനസാ, മനസാ സമം വാചഃ യസ്മാത് നിവൃത്താഃ ഭവതി. പിന്നെയോ സ്വാർത്ഥാലാഭാത് പരാർത്ഥവ്യപഗമകഥനശ്ലാഘിനോ വേദവാദാഃ ലക്ഷണാം ഈക്ഷമാണാഃ. വേദവാദാഃ വേദങ്ങളിലെ വചനങ്ങൾ, വേദവാക്കുകൾ, വേദമന്ത്രങ്ങൾ, വലിയ വലിയ മഹാമന്ത്രങ്ങൾ പോലും സ്വാർത്ഥ അലാഭാത് സ്വന്തം പ്രയോജനം ലഭിക്കാതെ തങ്ങൾ എന്തിനു വേണ്ടിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ ഭാഷിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ആശയം ഇനിയും ആരുടെയും ഉള്ളിലേക്ക് എത്തിക്കാൻ കഴിയാതെ, ആശയത്തെ സംക്രമിപ്പിക്കാൻ കഴിയാതെ നിസ്സഹായരായിട്ട് സ്വാർത്ഥ അലാഭാത് സ്വപ്രയോജനം ലഭിക്കാതെ പരാർത്ഥവ്യപഗമകഥനശ്ലാഘിനഃ വേറെ പല പദങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ തത്വത്തെ സൂചിപ്പിക്കുവാനായിക്കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയുക അല്ലേ. നമ്മളിപ്പോൾ എങ്ങനെയാണോ ഒരു വ്യക്തിയെ ഒരാൾക്ക് പരിചയപ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ഇന്ന ആളുടെ മകനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് പിടി കിട്ടില്ല. അപ്പോൾ അച്ഛൻ്റെ പേര് പറഞ്ഞിട്ടും പിടി കിട്ടുന്നില്ല. പിന്നെ ബന്ധുക്കളുടെ മുഴുവൻ പേരുകൾ എടുത്ത് പറയും. ഇന്ന ആളെ അറിയില്ല നിനക്ക്, അയാളുടെ മരുമകനാന്ന്, മറ്റേ ആളുടെ പേരക്കുട്ടിയാന്ന്, ഈ ഇന്ന ആളുടെ അച്ഛനാണെന്ന്, ഇന്നാളാണെന്ന് എന്ന് കസിൻസിൻ്റെയും ബന്ധുക്കളുടെയും ഒക്കെ പേര് പറഞ്ഞ് ഏതെങ്കിലും ഒരു പ്രശസ്തനായിട്ടുള്ള ഒരാളുടെ പേര് പറഞ്ഞിട്ട് പിന്നെ അയാളുമായിട്ട് കണക്ട് ചെയ്ത് ഇന്ന ആളാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ ശരി എന്ന് വയ്ക്കും. ഇതുപോലെയാണ് ഈ ബ്രഹ്മപദത്തെക്കുറിച്ച് വേദങ്ങളും ഋഷീശ്വരന്മാരും നേരിട്ട് അതിന് ഇന്നത് എന്ന് പറയാൻ സാധ്യമല്ലാതിരിക്കുമ്പോൾ മറ്റ് പലതിനെയും പറഞ്ഞുകൊണ്ട് അതിനോടൊക്കെ ഉപമിച്ച് ആകാശം പോലെ നിർമ്മലം, അത് അനന്തമായിരിക്കുന്നത് എന്നൊക്കെ പല പദങ്ങളെ പ്രയോഗിച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധിയിലേക്ക് അതിൻ്റെ ഏകദേശ രൂപത്തെക്കുറിച്ച് ധാരണ തരാനായിക്കൊണ്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എത്ര വാക്കുകളാണ് വേദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്?
സഹസ്രനാമങ്ങളൊക്കെ ഏതൊന്നിനെക്കുറിച്ച് വർണ്ണിക്കുന്നുവോ ആ സഹസ്രനാമങ്ങളൊക്കെ വെറും ചൂണ്ടുപലകകൾ മാത്രമാണ്. ആ ബ്രഹ്മതത്വത്തിലേക്കുള്ള ചൂണ്ടുപലകകൾ നിങ്ങളെ അവിടേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതായിട്ടുള്ള മാർഗദർശകങ്ങൾ മാത്രമാണ്. അല്ലാതെ അതൊന്നും ലക്ഷ്യാർത്ഥം ആയിരിക്കുന്ന വസ്തുവിനെ പ്രകാശിപ്പിക്കാൻ പര്യാപ്തമായിട്ടുള്ളതല്ല. നാമങ്ങളൊക്കെ അവിടേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. ലക്ഷ്യത്തെ അനേന ഇതി ലക്ഷണ, അതൊക്കെ ലക്ഷണാവാക്കുകളാണ്. അതുകൊണ്ട് ലക്ഷണാം ഇക്ഷമാണാഹ, ഇതിലൂടെ നിങ്ങൾക്ക് ലക്ഷീകരിക്കാം. നമ്മൾ ഭഗവാനെ കാണാൻ വേണ്ടി എവിടെ പോണു? ക്ഷേത്രങ്ങളിൽ പോണു. ആ ക്ഷേത്രങ്ങളിലുള്ളത് എന്താണ്? ഭഗവാനാണോ എന്ന് ചോദിച്ചാൽ ഭഗവാനെ നമുക്ക് കാണിച്ചു തരുന്ന, ഭഗവാനെ സൂചിപ്പിക്കുന്ന, ഭഗവാന്റെ തത്വത്തെ പ്രകാശിപ്പിക്കുന്ന, ഭഗവാനിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു സന്നിധി, ഒരു വിഗ്രഹം. അല്ലേ? വിഗ്രഹം എന്നാൽ വിശേഷേണ ഗ്രഹിപ്പിക്കുന്നത്, വിശേഷേണ തത്വത്തെ ഗ്രഹിപ്പിക്കാൻ വേണ്ടി പ്രതിഷ്ഠിച്ചതാണ് വിഗ്രഹം. അപ്പോൾ ആ തത്വത്തെ ആണ് നമ്മൾ അവിടെ ചെന്നാൽ ഗ്രഹിക്കേണ്ടത്. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ കണ്ണടയ്ക്കുന്നു. എന്താണ്? ഈ മുമ്പിൽ കണ്ടത് നമ്മളെ വേറൊരു തലത്തിലേക്ക് നയിക്കുകയാണ്. അത് കാണണമെങ്കിൽ കണ്ണടയ്ക്കണം. കണ്ണടയ്ക്കുമ്പോഴാണ് നമ്മൾ ഉൾക്കണ്ണ് കൊണ്ടൊരു കാഴ്ചയുണ്ട്. ഓരോരുത്തരുടെയും അറിവിനനുസരിച്ച് ഗുരുവായൂരപ്പനെ കാണാം. അല്ലാതെ ആ മുമ്പിൽ കാണുന്ന ആ 2 അടിയോ 3 അടിയോ ഉള്ളതായിട്ടുള്ള ആ കൃഷ്ണശില, അത് മാത്രമല്ല ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പൻ അവിടെ ഒതുങ്ങുന്നില്ല. ആ ഗുരുവായൂരപ്പനെ അവിടെ കാണുമ്പോൾ അത് നമ്മളെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മൾ അവിടുന്ന് കണ്ണടക്കുകയാണ് ചെയ്യുന്നത്. ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും അത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ ആ കണ്ണടച്ച് നമ്മൾ എന്ത് കാണുന്നു? ആ ഗുരുവായൂരപ്പൻ്റെ മഹിമയെ ചിന്തിക്കാൻ ശ്രമിക്കുന്നു. ഓരോരുത്തരുടെയും ബുദ്ധിക്കനുസരിച്ച്, ഓരോരുത്തരുടെയും അറിവിനനുസരിച്ച്. ഇതുവരെ ഗുരുവായൂരപ്പനെക്കുറിച്ച് ഏതൊക്കെ തലത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ആ തലത്തിൽ ഓരോരുത്തരും അവരവരുടെ ഉള്ളിൽ ഭാവനയിൽ കാണുന്നു. അപ്പോൾ ഈ കണ്ടതല്ല ഗുരുവായൂരപ്പൻ. ആ കണ്ടത് ഗുരുവായൂരപ്പനിലേക്ക് നമ്മളെ നയിക്കുന്നതായിട്ടുള്ളൊരു ലക്ഷണം, ഒരു ലിംഗം, ഒരു അടയാളം, വിഗ്രഹം. അല്ലേ? വിശേഷേണ ഗ്രഹിപ്പിക്കുന്നത്. ലിംഗ്യതേ അനേന ഇതി ലിംഗഃ, സൂച്യതേ എന്നാണ് ലിംഗ്യതേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിലൂടെ നമ്മൾ തത്വത്തിലേക്ക്, ഇപ്പോൾ ശിവക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ശിവലിംഗങ്ങളാണ് അവിടെയുള്ളത്. ലിംഗമെന്നാൽ അടയാളം എന്നാണ് അർത്ഥം, സൂചനകളാണ്. ശിവതത്വത്തെ സൂചിപ്പിക്കുന്നതാണ് ശിവലിംഗങ്ങൾ. അനന്തതയെ സൂചിപ്പിക്കുന്നതാണ് ശിവലിംഗങ്ങൾ. ആദിയും അന്തവുമില്ലാത്ത പരംപൊരുളിനെ എങ്ങനെ മൂർത്തീകരിക്കാനാണ്? അതുകൊണ്ട് ഞങ്ങൾ നിസ്സഹായരായതുകൊണ്ട് മൂർത്തിയൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ ആദിയും അന്തവും ഇല്ലാത്ത ഒരു സാധനം ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഇതുപോലെ ആദിയും അന്തവും ഇല്ലാത്തതാണ് ആ പരബ്രഹ്മമൂർത്തിയായ ഭഗവാൻ മഹാദേവൻ എന്ന് ഗ്രഹിക്കുക. എവിടെയാണ് ആദി, എവിടെയാണ് അന്തമെന്നൊന്നും പണ്ട് ബ്രഹ്മദേവനും മഹാവിഷ്ണുവിനും പിടികിട്ടിയിട്ടില്ല. പിന്നെയാണോ ഞങ്ങൾക്ക് പിടികിട്ടാൻ, ഈ തന്ത്രിമാർക്കും ഈ പൂജകന്മാർക്കും പിടികിട്ടാൻ, നമ്മൾക്ക് പിടികിട്ടാൻ. അതുകൊണ്ട് തന്നെ ആ ലിംഗം കാണുമ്പോൾ നമ്മൾ കണ്ണടച്ച് അനന്തതയിലേക്ക്, ഭഗവാന്റെ മഹിമയിലേക്ക് നമ്മളാലാവുന്ന വിധം നമ്മൾ ധ്യാനനിരതരാവുന്നു. അതാണ് തത്വം. അപ്പം അതുപോലെ ഇവിടെ വേദവാക്കുകളും അതുപോലെയുള്ള സൂചക പദങ്ങളാണ്. ലക്ഷണാം ഇക്ഷമാണാഹ, പരോക്ഷവാദങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ നേരിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ പല ദിക്കുകളിൽ നിന്ന് പല വാക്കുകളെ കൊണ്ട് അവിടേക്ക് നോക്കൂ, ഇവിടേക്ക് നോക്കൂ, അതുപോലെ നോക്കൂ, ഇതുപോലെ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരികയാണ്. അല്ലേ? ചന്ദ്രനെ കാണാൻ പറ്റാതിരിക്കുമ്പോൾ പകൽ വെളിച്ചത്തിൽ ഒരു ശാഖ കാണിച്ചു തന്ന്, ഇതാ നോക്കൂ, ആ ശാഖയുടെ അപ്പുറത്ത് നോക്കൂ, ഇതാ നമ്മുടെ ഇന്ന മരത്തിൻ്റെ മുമ്പിലേ ആ മരത്തിൻ്റെ ഇത്രാമത്തെ തെക്ക് ഭാഗത്തേക്കുള്ള കൊമ്പിൻ്റെ ആ ഞാന്ന് കിടക്കുന്ന മറ്റേ കൊമ്പിൻ്റെ ആ അറ്റത്ത് കൂടെ നോക്കൂ, അതിൻ്റെ അടുത്തൊരു 6 അടി മാറിയിട്ട് അപ്പുറത്ത് കാണൂ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ പകൽ വെളിച്ചത്തിൽ ചന്ദ്രൻ്റെ ചെറിയ കല അത് 3-ാം ദിവസമാണ് കാണുന്നത്. അല്ലേ?
തൃതീയ ദിവസം മൂന്നാം പിറവി കാണുമ്പോഴാണ് അത് കാണാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. കാണാനില്ല, വ്യക്തമല്ല. അപ്പോൾ പല അടയാളങ്ങളും പറഞ്ഞ് അതിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് പോലെ ശാഖാചന്ദ്രൻ ന്യായം എന്ന് പറയും അതിന്. അപ്പോൾ അതുപോലെ ഈ പല പ്രപഞ്ചത്തിൻ്റെ പലതിനെയും കാണിച്ചതെന്ന് ഇതിനൊക്കെ കാരണമായിരിക്കുന്ന വസ്തുവിനെ സൂചിപ്പിക്കുകയാണ്. ഈ കാര്യത്തിൻ്റെ വെളിച്ചത്തിൽ കാരണത്തെ സൂചിപ്പിക്കുകയാണ് വേദങ്ങൾ. അങ്ങനെ പല ലക്ഷണങ്ങളിലൂടെ സ്വരൂപലക്ഷണം, തടസ്ഥ ലക്ഷണം, ജഹാജഹൽ ലക്ഷണം മുതലായ ലക്ഷണാവൃത്തികളിലൂടെ നമ്മൾക്ക് വിചാരം ചെയ്യുവാനായിട്ട് വിട്ടുതരുന്നു. എന്നിട്ട് നമ്മളതിനെ മനനം ചെയ്ത് അറിയണം എന്നാണ് അർത്ഥം. അപ്പോൾ വേദവാദങ്ങൾ പോലും നിസ്സഹായമായിരിക്കുന്നു. അടുത്ത പദത്തിലേക്ക് കടക്കാം. അടുത്ത മൂന്നാമത്തെ വരി. നിത്യാനന്ദം സ്വസംവിന്നിരവധി വിമലസ്വന്ത സംക്രാന്ത ബിംബച്ഛായാപത്യാപി നിത്യം സുഖയതി യമിനോ യത്തദവ്യാത്മഹോനഃ. ഇവിടെ യമിനഹ എന്ന് പറയുന്നുണ്ട്. യമിനഹ എന്ന് പറയുമ്പോൾ യമികൾ, യമീ എന്ന് പറഞ്ഞാൽ യമം ശീലമാക്കിയവർ. യമം എന്നാൽ അടക്കം തന്നെയാണ്. യമിക്കുക എന്ന് പറഞ്ഞാൽ അടക്കുക എന്നാണ്. അരുതാത്ത പ്രവൃത്തികളിൽ നിന്ന് സ്വയം പിന്തിരിയുക, നിവൃത്തർ. യമിച്ചവർ, അടക്കിയവർ. യമം എന്ന് പറഞ്ഞാൽ യത്നപൂർവം സ്വയം യമം ശീലിച്ചവർ, അടക്കം ശീലിച്ചവർ, ഡിസിപ്ലിൻഡ് എന്നർത്ഥം. സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കുന്ന ആളുകൾ യമിനഹ എന്ന് പറഞ്ഞാൽ യോഗികൾ, എന്താ പറയുക, തപസ്വികൾ, മുനികൾ എന്നൊക്കെ അർത്ഥം തന്നെയാണ്. ആ യമിനഹ എങ്ങനെയുള്ളവർ? വിമലസ്വാന്ത സംക്രാന്ത ബിംബശ്ചായാപത്യാഹ അപി യമിനഹ തൽ എന്താണ് യത് നിത്യം സുഖയതി. അപ്പോൾ ഈ യമികൾ എവിടെയാണ് ഈ ഭഗവാനെ അല്ലെങ്കിൽ ഈ ആത്മതത്വത്തെ, ഈ ബ്രഹ്മതത്വത്തെ കാണുന്നത്? എങ്ങനെയാണ്? വിമലമായ സ്വാന്തത്തിൽ, നിർമ്മലമായിട്ടുള്ള അവരുടെ അന്ധക്കരണത്തിൽ, ഹൃദയ കമലമധ്യത്തിൽ എന്നൊക്കെ പറയുന്ന ആ ശുദ്ധമായിട്ടുള്ള ഹൃദയത്തിൽ ആ സംക്രമിച്ചിരിക്കുന്ന, വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള വിഷ്ണുവിൻ്റെ പ്രതിബിംബം കൊണ്ട് എന്നാണ്. വിമല സ്വാന്ത സംക്രാന്ത ബിംബശ്ചായാപത്യ, ബിംബത്തിൻ്റെ ഛായാപത്തി. ഛായാപത്തി എന്ന് പറഞ്ഞാൽ ഛായയുടെ പ്രാപ്തി. അപ്പോൾ ആ വെറും ധ്യാനത്തിലൂടെ കാണപ്പെടുന്നതായിട്ടുള്ള ഭഗവാന്റെ ആ വിഗ്രഹ ഭാവം, ഭഗവാന്റെ സ്വരൂപം, അങ്ങനെ ധ്യാനം കൊണ്ട് കാണപ്പെടുന്നതായിട്ടുള്ള രൂപം കൊണ്ട് പോലും അവർ സുഖികളായിരിക്കുന്നു. നിത്യം സുഖയതി. അപ്പം ഭഗവാനെ ധ്യാനിച്ച് ആ ധ്യാനനിരതരായി ആ ഭഗവാന്റെ സ്വരൂപത്തിൻ്റെ നിഴൽ കൊണ്ട്, വെറും ഒരു പ്രതിബിംബം കൊണ്ട്, അവരുടെ ഉള്ളിൽ ധ്യാനത്തിൽ കാണുന്നതായിട്ടുള്ള ആ മൂർത്തിയെ കൊണ്ട് അവർ ആനന്ദം അനുഭവിക്കുന്നു. അപ്പം ധ്യാനത്തിൽ കാണുന്നത് വെറും നിഴൽ മാത്രമാണ് എന്നർത്ഥം പറയണവിടെ. യഥാർത്ഥ സ്വരൂപത്തെ നമ്മൾക്ക് ഹൃദയത്തിലേക്ക്, ഉള്ളിലേക്ക് ആവഹിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അതിൻ്റെ ഒരു തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അതിനെ ഇങ്ങോട്ട് ആവഹിക്കുകയാണ്, നമ്മുടെ ഉള്ളിലേക്ക് ഒരു പ്രതിബിംബം ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ക്ഷേത്രങ്ങളിലുള്ള ബിംബങ്ങളും വാസ്തവത്തിൽ ഈശ്വരൻ്റെ പ്രതിബിംബങ്ങൾ തന്നെയാണ്. ഈശ്വരൻ എവിടെയോ കിടക്കുന്നു. ആ ഈശ്വരൻ്റെ നമ്മുടെ മുമ്പിലിരിക്കുന്ന ബിംബം പ്രതിബിംബം. ഈശ്വരൻ്റെ ബിംബമാണ് അവിടെ. ആ ബിംബം എന്ന് പറഞ്ഞാൽ പ്രതിബിംബം തന്നെയാണ്. യഥാർത്ഥ ബിംബം അത് നമുക്ക് ഗ്രഹിക്കാനാവില്ല. അപ്പോൾ ആ ബിംബത്തിൻ്റെ ഒരു പ്രതിബിംബം ഉണ്ടാക്കിയിട്ട് നമ്മളെ കാണിച്ചു തരുന്നു, നമ്മൾ പൂജിക്കുന്നു, നമ്മൾ ആരാധിക്കുന്നു. അതുപോലൊരു പ്രതിബിംബം ഇവിടെ ഉണ്ടാക്കുന്നു. ധ്യാനത്തിൽ, ഹൃദയത്തിൽ ഭഗവാന്റെ തത്വം ധ്യാനിച്ച്, ഭഗവാന്റെ മഹിമയെ ധ്യാനിച്ച്, ആ ഭഗവാന്റെ ചൈതന്യത്തെ ഉള്ളിൽ വിചാരം ചെയ്ത് ഉറപ്പിച്ച് ഹൃദയത്തിൽ ധ്യാനിക്കുന്നു. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ, അല്ലേ എന്ന് മറ്റൊരു ശ്ലോകം, നമ്മുടെ ഗീതാധ്യാന ശ്ലോകം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ.
യസ്യാന്തം ന വിദുസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ആ ദേവനായിക്കൊണ്ട് നമസ്കാരം എന്നാണ്. ആ ദേവന്റെ സ്വരൂപം എന്താണ്? ഒരു പിടിയില്ല. എന്താ പറഞ്ഞത്? യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്ര മരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഹി. യം ഏതൊരു ദേവനെ, ഏതൊരു പരംപൊരുളിനെ, ഇവിടെ ദേവൻ എന്നാൽ ഒരു പ്രത്യേക മൂർത്തിയല്ല, ഇവിടെ ആ ചൈതന്യമൂർത്തിയെ, ആ ബ്രഹ്മം തന്നെയാണ് ഇവിടുത്തെ ദേവൻ. പ്രകാശസ്വരൂപം, ആ മഹസ്, ആ തേജസ്, ഇവിടെ മഹഹ എന്ന് പറഞ്ഞില്ലേ, ആ മഹസ്സിനെ, ആ ദേവനെ, യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്ര മരുതഃ ദിവ്യൈഹി സ്തവൈഹി സ്തുന്വന്തി. ദിവ്യങ്ങളായ സ്തുതികളെ കൊണ്ട്, വേദമന്ത്രങ്ങളെ കൊണ്ടൊക്കെ ബ്രഹ്മാവും വരുണനും ഇന്ദ്രനും രുദ്രനുമെല്ലാം സ്തുതിക്കുന്നുവോ. യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്ര മരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഹി വേദൈ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. യം യാതൊരുവനെക്കുറിച്ച് സാമഗാഃ ഗായന്തി, സാമഗാനം ചെയ്യുന്നവർ ഗാനം ചെയ്യുന്നുവോ. സാമവേദം പാടുന്നവർ ആ വേദമന്ത്രങ്ങളെ കൊണ്ട്, മനോഹരങ്ങളായ മന്ത്രങ്ങളെ കൊണ്ട് പാടുന്നുവോ. യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ഉപനിഷത് പദങ്ങളെ കൊണ്ട്, അംഗങ്ങളോടുകൂടിയ വേദങ്ങളെ കൊണ്ട് സാമഗായകന്മാർ യാതൊരുവനെക്കുറിച്ച് പാടുന്നുവോ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ, ധ്യാനത്തിൽ ഇരുന്ന് ആ ധ്യാനാവസ്ഥയിൽ ഏകാഗ്രമായ മനസ്സുകൊണ്ട്, തദ്ഗതേന മനസാ അതിൽ വ്യാപിച്ചിരിക്കുന്ന മനസ്സുകൊണ്ട്, ബ്രഹ്മചിന്തയിൽ മുഴുകിയ മനസ്സുകൊണ്ട്, ബ്രഹ്മതത്വത്തിൽ മുഴുകിയതായിട്ടുള്ള മനസ്സുകൊണ്ട്, തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ. യം ഏതൊരുവനെ യോഗിനഃ പശ്യന്തി, ആ യോഗികൾ കാണാൻ ശ്രമിക്കുന്നുവോ. യസ്യാന്തം ന വിദുസുരാസുരഗണാഃ, ദേവഗണങ്ങളോ അസുരഗണങ്ങളോ ഇതുവരെ ആരുടെ അന്തം പിടികിട്ടിയിട്ടില്ലയോ. യസ്യ അന്തം ന വിദുഹു, ആരുടെ അന്തത്തെക്കുറിച്ച് ന വിദുഹു അറിഞ്ഞിട്ടില്ല. സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ, ആ ദേവനായിക്കൊണ്ട് നമസ്കാരം, ആ പരമജ്യോതിസിനായിക്കൊണ്ട് നമസ്കാരം, ആ പരബ്രഹ്മസ്വരൂപത്തിനായിക്കൊണ്ട് നമസ്കാരം, ആ മഹസ്സിനായിക്കൊണ്ട് നമസ്കാരം. ആ മഹസ് നമ്മെ രക്ഷിക്കട്ടെ എന്നർത്ഥം. ഇവിടെ എന്താണ്? വിമലസ്വാന്ത സംക്രാന്ത ബിംബശ്ചായാപത്യ അപി യമിനഃ യത് നിത്യം സുഖയതി തദ് നിത്യാനന്ദം സ്വസംവിത് നിരവധി മഹഃ നഹ അവ്യാത്. ആ നിത്യാനന്ദ സ്വരൂപമായിരിക്കുന്ന സ്വസംവിത്ത്, സ്വസംവിത്ത് എന്ന് പറഞ്ഞാൽ സ്വയം ജ്ഞാനസ്വരൂപമായിരിക്കുന്നത്, സ്വയം പ്രകാശിക്കുന്നത്, അതിനെ അറിയാൻ വേറൊരു പ്രകാശത്തിൻ്റെ ആവശ്യമില്ല. അത് സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കണു. സൂര്യനെ നോക്കാൻ നിങ്ങൾക്ക് സൂര്യൻ്റെ നേരെ ടോർച്ചടിച്ച് നോക്കേണ്ട കാര്യമുണ്ടോ? മെഴുകുതിരി കത്തിച്ച് നോക്കേണ്ട ആവശ്യമുണ്ടോ? സൂര്യൻ എവിടെ, സൂര്യൻ എവിടെ എന്ന്. സൂര്യനെ കാണാൻ മറ്റൊരു പ്രകാശത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഈ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള നമ്മുടെയും ആത്മസ്വരൂപമായി നമ്മുടെ ഉള്ളിലും ഞാൻ 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 എന്ന് എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ അഹം തത്വത്തെ, ആ പൊരുളിനെ, അതിനെ പ്രകാശിപ്പിക്കാൻ വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല. നമ്മൾ പുറത്തല്ല ഇത് പ്രകാശിപ്പിക്കേണ്ടതും. ഈ ഞാൻ 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 എന്നുള്ള ശബ്ദം, ഈ ബോധം എവിടുന്ന് ഉദിക്കുന്നുവോ അതുതന്നെയാണ് ഈ തത്വം. അതിനെ പ്രകാശിപ്പിക്കാൻ വേറൊരാളുടെ ആവശ്യമില്ല. എപ്രകാരമാണോ ഇരുട്ടത്ത് നിങ്ങൾ ഇരിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് വിളിച്ചു ചോദിക്കുകയാണ് നീ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? എവിടെ വിളക്ക് എവിടെ നോക്കട്ടെ, ഞാനിവിടെ ഉണ്ടോയെന്ന് ഒന്ന് വിളക്കടിച്ച് നോക്കൂ, ഞാനിവിടെ ഉണ്ടോയെന്ന്.
അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വയം ഞാനിവിടെ ഉണ്ട് എന്ന് പറയുന്നതിന് വല്ല തടസ്സമുണ്ടോ? ഉണ്ടോ? ഞാൻ അറിയാൻ എനിക്ക് വല്ല പ്രയാസവുമുണ്ടോ? എന്നെ അറിയാൻ വെളിച്ചം വേണോ? ഞാനിവിടെ ഉണ്ട് എന്നുള്ളതിന് തെളിവ് എനിക്ക് വെളിച്ചമടിച്ച് നോക്കേണ്ടതുണ്ടോ? നോക്കട്ടെ കേട്ടോ, ഞാനിവിടെ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ലൈറ്റ് ഇട്ടിട്ട് നോക്കിയിട്ട് ഞാനിവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ കുഴപ്പമാണ് എന്നർത്ഥം. എന്തോ കുഴപ്പമുണ്ട് എന്നർത്ഥം അല്ലേ? അപ്പോൾ ഏത് ഇരുട്ടത്താണെങ്കിലും നീയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടേ എന്ന് പറയാൻ നമുക്ക് മറ്റൊരു വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല. വേറെ ആരും നീ അവിടെ ഉണ്ട് എന്ന് പറയട്ടോ എന്ന് പറയേണ്ട ആവശ്യമില്ല. ആരുടെയും സപ്പോർട്ട് ആവശ്യമില്ല. നമുക്ക് സ്വയം പ്രകാശിക്കുന്നു ഞാനിവിടെ ഉണ്ട് എന്ന്. അതുപോലെ നമ്മുടെ ഉള്ളിലെ ഓരോരുത്തരുടെ ഉള്ളിലും ഞാനിവിടെ ഉണ്ടേ എന്ന് എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടൊരു പൊരുളുണ്ട്. ആ പൊരുൾ അവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇപ്പോൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ നമ്മളായിരിക്കുന്നത്. ആ നമ്മെ നാമാക്കുന്നതായിട്ടുള്ള നമുക്ക് അസ്തിത്വവും ചൈതന്യവും തരുന്ന നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ആ ആത്മതത്വത്തെ അറിയാൻ വാസ്തവത്തിൽ മറ്റൊരു വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല, മറ്റൊരു ശാസ്ത്രത്തിൻ്റെ ആവശ്യമില്ല, ഒരു ഗുരുവിൻ്റെയും ആവശ്യമൊന്നും ഇല്ല അറിയാൻ കഴിയുന്നവരാണെങ്കിൽ. കാരണം അത് സ്വയം സിദ്ധമായിട്ടുള്ള വസ്തുവാണ്. പക്ഷേ നമ്മളൊക്കെ എന്താ ശീലിച്ചിരിക്കുന്നത്? നമ്മളൊക്കെ ബഹിർമുഖതയാണ് ശീലിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ അറിയാൻ കഴിയുന്നില്ല. അതാണ് ഉപനിഷത്ത് പറഞ്ഞത്, പരാഞ്ചികാനി വ്യതൃണത് സ്വയംഭൂഹു തസ്മാത് പരാൻ പശ്യതി നന്തരാത്മൻ. ആവൃത്തചക്ഷുഃ അമൃത കശ്ചിദ്ധീരഃ പ്രത്യഗാത്മാനമൈക്ഷത. ആവൃത്തചക്ഷുഃ അമൃതത്വമിച്ഛൻ. ഇപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ പുറത്തേക്ക് ബഹിർമുഖങ്ങളാക്കി സൃഷ്ടിച്ച് ബ്രഹ്മദേവൻ ആ ഇന്ദ്രിയങ്ങളെ നശിപ്പിച്ചു എന്നാണ് പറയണത്. പരാഞ്ചി ഖാനി, ഖാനി എന്നാൽ ഇന്ദ്രിയാണി, ദ്വാരങ്ങൾ. നമ്മുടെ ശരീരത്തിലെ ദ്വാരങ്ങളൊക്കെ ഓട്ടകളൊക്കെ പുറത്തേക്ക് തിരിച്ചു വെച്ചു, ബഹിർമുഖങ്ങളാക്കി വെച്ചു. പരാഞ്ചി പരാങ്മുഖങ്ങളാക്കി വെച്ചു, ബഹിർമുഖങ്ങളാക്കി വെച്ചു. അപ്പം അതിന് പുറത്തുള്ളതിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. തസ്മാത് പരാങ് പശ്യതി, ബഹിർഭാഗത്തുള്ളതൊക്കെ കാണാം. അന്തരാത്മാവിനെ കാണുന്നില്ല. ഉള്ളിലേക്ക് തിരിയാൻ അറിയില്ല ഈ കണ്ണുകൾക്ക്, ഈ കാതുകൾക്ക്. അതിന് പുറത്തേക്ക് തന്നെ ശീലം, ബഹിർമുഖങ്ങളായി പരിശീലിച്ചു. അതുകൊണ്ട് ഉള്ളിലുള്ളതിനെ കാണുന്നില്ല. തസ്മാത് പരാങ് പശ്യതി നാന്തരാത്മൻ. ആവൃത്തചക്ഷുഃ കശ്ചിദ്ധീരഃ പ്രത്യഗാത്മാനമൈക്ഷത്. ഒരു ധീരൻ, കശ്ചിദ്ധീരഃ പ്രത്യഗാത്മാനമൈക്ഷത്. പ്രത്യഗാത്മാവിനെ, പ്രത്യഗാത്മാ എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളില് പ്രതിബോധ വിദിതം മതം, തൻ്റെ ഉള്ളില് പ്രകാശിക്കുന്നതായിട്ടുള്ള ഓരോ ബോധത്തെയും പ്രകാശിപ്പിക്കുന്ന, ഞാനെന്ന ബോധത്തെയും ഞാൻ എന്തൊക്കെ അറിയുന്നുവോ അതിനൊക്കെ പുറകിൽ അതിനെ പ്രകാശിപ്പിക്കുന്ന ആ പ്രകാശത്തെ, ആ പ്രകാശസ്വരൂപത്തെ, പ്രതിബോധ വിദിതം മതം, ആ പ്രത്യേകാത്മാനം, ആ അന്തരാത്മാവിനെ, ആ ഉള്ളിലുള്ളതായിട്ടുള്ള ചൈതന്യത്തെ കശ്ചിദ്ധീരഃ പ്രത്യേകാത്മാനമൈക്ഷത. ഒരു ധീരൻ കാണുന്നു. ധീരൻ എന്നാൽ വിവേകിയായിട്ടുള്ളവൻ കാണുന്നു. അവൻ എന്ത് ചെയ്യുന്നു? അവൻ കണ്ണുകൾ അഞ്ചും ഉള്ളടക്കുന്നു. കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതര വീണു വണങ്ങി ഓതിടേണം എന്ന് ആത്മോപദേശ ശതകത്തില് നാരായണ ഗുരുദേവൻ പറയും. അത് ഈ ഉപനിഷത്ത് വചനമാണ്. യഥാ ആവൃത്തചക്ഷുഃ അമൃതത്വമിച്ഛന്. ആവൃത്തചക്ഷുഃ, ചക്ഷുസ്സുകളെ ആവർത്തിച്ചിട്ട്, ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നിവർത്തിച്ചിട്ട്, മടക്കിയിട്ട്, ഉൾതിരിച്ചിട്ട്, ഉള്ളിലേക്ക് തിരിച്ചിട്ട്, ഇൻവേർഡ് ആക്കിയിട്ട്, അന്തർമുഖമാക്കിയിട്ട്. ഇപ്പോൾ ഒക്കെ ഔട്ട്വേർഡാണ് അതിൻ്റെ ഡയറക്ഷൻ. ബാഹ്യലോകത്തെ മാത്രം പ്രകാശിപ്പിക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ. അതിനെ ഉള്ളിലേക്ക് തിരിച്ചു വെക്കുന്നു ആര്? ധീരന്മാര്, വിവേകികള്. ധീരൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ രമിക്കുന്നവർ എന്നാണ്. ധിയാം രമതേ ധിയം രാതി ഇത് ധീരഃ.
ബുദ്ധിയെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നവരാണ് ധീരന്മാർ. അല്ലാതെ ഏതെങ്കിലും അഡ്വഞ്ചേഴ്സ് ചെയ്യുന്നവരല്ല. അഡ്വഞ്ചേഴ്സ് ചെയ്യുന്നവർ മൂഢന്മാരാണ് പലപ്പോഴും. ഏതെങ്കിലുമൊക്കെ സാഹസങ്ങൾ ചെയ്ത് ആപത്തുകളിൽ ചെന്ന് ചാടുന്നവർ ധീരന്മാരൊന്നുമല്ല. യഥാർത്ഥ ധീരന്മാർ ബുദ്ധിമാന്മാരാണ്. ധിയം രാതി ഇതി ധീരഃ ധിയാം രമതേ ഇതി ധീരഃ എന്നൊക്കെയാണ് ധീരശബ്ദത്തിനർത്ഥം. ബുദ്ധിയിൽ രമിക്കുന്നവരാണ് ധീരന്മാർ. അപ്പോൾ കശ്ചിത് ധീരഃ പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷുഹു, കണ്ണുകളെ ഉള്ളിലേക്ക് അടക്കിയിട്ട് അമൃതത്വമിച്ഛൻ, അമൃതത്വത്തെ ഇച്ഛിച്ചുകൊണ്ട് ഉള്ളിലേക്ക് തിരിയുന്നു. അതാണ് ഇവിടുത്തെ സ്വസംവിത് എന്ന് പറഞ്ഞത്. സ്വസംവിത് 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 സ്വയം സംവേത്തി. ഇതാ ഞാനെവിടെ ഉണ്ട് എന്ന് അന്തസ്ഫുരന്തം സദാ, എപ്പോഴും ഉള്ളിൽ സ്ഫുരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആത്മസ്വരൂപം നമ്മുടെ ഉള്ളിൽ എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ആത്മാവുണ്ടോ എന്ന് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട നമുക്ക്. നിനക്കൊരാത്മാവുണ്ട് എന്ന് ആരും നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ആത്മാവുള്ളത് കൊണ്ടാണ് നമ്മളുള്ളത്. അപ്പോൾ ആ ആത്മാവ് സ്വപ്രകാശ സ്വരൂപമാണ്, സ്വയംഭൂവാണത്, സ്വപ്രകാശമാണ്. അതിനൊരിക്കലും അസ്തമനമില്ല, എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലേ? കറണ്ട് ഇല്ലാതെയാവുന്നില്ല. ബൾബ് ഫ്യൂസ് ആവാം. ബൾബ് ഫ്യൂസ് ആവുമ്പോൾ അല്ലെങ്കിൽ ഫ്യൂസ് പൊട്ടുമ്പോഴാണ് കറണ്ട് നമുക്ക് അവൈലബിൾ അല്ലാതെ വരുന്നത്. കറണ്ട് ഉൽപ്പാദിപ്പിച്ചിടത്തുനിന്ന് പ്രവഹിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഉപകരണങ്ങളുടെ കേടുകൊണ്ട് നമുക്ക് കറണ്ട് അവൈലബിൾ ആവാതെ വരാം. നമ്മൾ കറണ്ട് പോയി എന്ന് പറയും. വാസ്തവത്തിൽ കറണ്ടാണോ പോയത്? നിങ്ങളുടെ ഉപകരണം കേടായതാണ്. ആ കറണ്ടിനെ സപ്ലൈ ചെയ്യുന്ന ഉപകരണത്തിന് കേടുപറ്റി. പക്ഷെ നമ്മൾ പറയുമ്പോൾ കറണ്ട് പോയി എന്ന് പറയും. എന്നതുപോലെയാണ് നമ്മുടെ ശരീരം വീണു പോകുമ്പോൾ സത്ത് പോയി എന്ന് പറയുന്നത്. അല്ലേ? ചത്തുപോയി എന്ന് പറയില്ലേ? ഈ ചത്തുപോയി എന്ന് പറയുന്നത് സത്ത് പോയി എന്നാണ്. വാസ്തവത്തിൽ സത്ത് എവിടേക്കും പോയിട്ടൊന്നുമില്ല. ഈ ബൾബിന്റെ ഫിലമെന്റ് പൊട്ടി, ഈ ബൾബ് കേടുവന്നു, ഇതിന്റെ ഫിലമെന്റ് പൊട്ടി, കറണ്ട് അവിടെ തന്നെ ഉണ്ട്. മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ സത്ത് എവിടെയും പോകുന്നില്ല, ഈശ്വരൻ എവിടെയും പോകുന്നില്ല, സർവവ്യാപിയായിരിക്കുന്ന ആത്മചൈതന്യം എവിടെയും പോകുന്നില്ല. ഈ ശരീരത്തിന് അതിനെ പ്രകാശിപ്പിക്കുവാനുള്ള സാമർഥ്യമില്ലാതെയായി. ഇത് കേടുവന്നു, ഇത് ഡിസ്പോസബിളായി, ഇതിൻ്റെ എക്സ്പയറി കഴിഞ്ഞു, ഇതിൻ്റെ ഗ്യാരണ്ടി കഴിഞ്ഞു. അല്ലേ? ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി വെന്റിലേറ്ററിലൊക്കെ ഇട്ടിട്ട് തിരിച്ച് കിട്ടുമോ എന്നൊക്കെ നോക്കും നമ്മൾ. ഗ്യാരണ്ടി കഴിഞ്ഞാൽ കഴിഞ്ഞത് തന്നെ. അപ്പോൾ ഈ ഫിലമെന്റിന് നേരാക്കി എടുക്കാൻ പറ്റും തോന്നുന്നില്ല. ഈ ശരീരമാകുന്ന ബൾബിൻ്റെ ഉള്ളിൽ സൂക്ഷ്മ ശരീരമാകുന്ന ഒരു ഫിലമെന്റ് ഉണ്ട്, പ്രാണനടക്കമുള്ളതായിട്ടുള്ളൊരു ഫിലമെന്റ്. ആ പ്രാണന്റെ സ്തംഭനമാണ്. ആ പ്രാണന് സഞ്ചരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് ആ ഫിലമെന്റ് പൊട്ടുന്നത്. അത് പൊട്ടിയാൽ പിന്നെ ഈ ശരീരം യൂസ്ലെസ്. നമ്മൾ എന്താ പറയുക, ഫ്യൂസായ ബൾബുകൾ വലിച്ചെറിയുന്നത് പോലെ വലിച്ചെറിയാം. അത്രേ ഉള്ളൂ. അപ്പോൾ ആത്മതത്വത്തിന് എവിടേക്കും പോക്കൊന്നുമില്ല. അതുതന്നെയാണ് ഈ മൃതശരീരത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മൃതശരീരത്തിലും ഓരോ കോശത്തിലും അണുക്കൾ ജീവനോടുകൂടി ഉണ്ടാവും. അതിലും ആ സത്ത വ്യാപിച്ചിരിപ്പുണ്ട്. ആ സത്തയ്ക്ക് യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പോൾ ഈ ശരീരം കേടുവന്നു, ഈ ബൾബ് ഫ്യൂസായി, അതിനെ കളഞ്ഞോളൂ. ആത്മാവിനെ കളയാൻ ആർക്കും ആവില്ല. അത് കളയാൻ സാധ്യമല്ല. അത് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന വസ്തുവാണ്. അതിനെ നിങ്ങൾക്ക് എവിടേക്കും ഒതുക്കാൻ സാധ്യമല്ല. ഒതുങ്ങില്ല. അത് എല്ലാറ്റിനെയും വിഴുങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ സ്വസംവിത, സ്വപ്രകാശ സ്വരൂപമായിരിക്കുന്ന യത് നിത്യാനന്ദം. നിത്യാനന്ദം അത് നിത്യവും ആനന്ദസ്വരൂപമാണ്. അതിൽ ദുഃഖത്തിൻ്റെ ലാഞ്ചന പോലും ഇല്ല. അതിനെ ശരിക്കും അറിയാത്തത് കൊണ്ട് നമ്മുടെ അഭിമാനത്തിൽ, അഹങ്കാരത്തിലാണ് നമുക്ക് ദുഃഖം.
നമ്മുടെ ഈ ദേഹാദിഭാവങ്ങളുമായിട്ടുള്ള താതാത്മ്യമാണ് നമ്മുടെ ദുഃഖം. ഈ ഉപകരണങ്ങളുമായിട്ടുള്ള താതാത്മ്യമാണ് നമ്മുടെ ദുഃഖം. ആ സ്വരൂപത്തിൽ നമുക്ക് ദുഃഖത്തിൻ്റെ ലാഞ്ചന പോലുമില്ല. അത് ആനന്ദ സ്വരൂപമാണ്. സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ, സച്ചിദാനന്ദമാണത്. അങ്ങനെ യത് നിത്യാനന്ദം സ്വസംവിത് നിരവധി മഹ. നിരവധി എന്ന് പറഞ്ഞാലോ അനവധി. നിരവധി എന്ന് പറഞ്ഞാൽ അവധിയില്ലാത്തത്. അവധി എന്നാൽ പരിമിതി, അളവ്, ബോർഡർ. അപ്പോൾ ബോർഡർ ഇല്ലാത്തതാണ്, ഡൈമെൻഷൻ ഇല്ലാത്തതാണ് ഇത്. ഈ മഹസ്, ഈ തേജസ്, ഈ ചൈതന്യം, ഈ ബ്രഹ്മതത്വം, ആ നിരവധിയായിരിക്കുന്ന അവധിരഹിതമായിരിക്കുന്ന ആ ബ്രഹ്മതത്വം നഹ അവ്യാത് അസ്മാൻ അവ്യാത് നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാലോ ഈ ബ്രഹ്മതത്വത്തെ കുറിച്ചിട്ടുള്ളതായിട്ടുള്ള ബോധം, ആ അറിവാണ് നമ്മളെ ശരിക്കും രക്ഷിക്കുക. അതാണ് ഞാനെന്നുള്ളതായിട്ടുള്ള ബോധമാണ് നമ്മുടെ ഏറ്റവും വലിയ രക്ഷ, പരമമായിട്ടുള്ള രക്ഷ. അതറിയാത്തതുവരേക്ക് ആ പരമമായിട്ടുള്ള ആ ബ്രഹ്മതത്വത്തെ നമുക്ക് ഒരു രൂപം കൽപ്പിച്ച്, വിഷ്ണുവായി കൽപ്പിച്ച് ആ ഭഗവാനെ നമുക്ക് ആശ്രയിക്കാം. ജഗത് രക്ഷകനായ നാരായണനെ നമുക്ക് ആശ്രയിക്കാം. ആ ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ. ഗുരുവായൂരപ്പനായി നമുക്ക് ആശ്രയിക്കാം. ആ ഗുരുവായൂരപ്പൻ നമ്മളെ രക്ഷിക്കട്ടെ. പിന്നെ ഗുരുവായൂരപ്പൻ നമ്മളെ രക്ഷിച്ച് ഈ തലത്തിലേക്ക് എത്തിക്കും. ഈ മഹസ്സിനെ കാണിച്ചു തരും. ഈ മഹസ്സാണ് നിന്റെ സ്വരൂപം എന്ന് തത്വമസ്യാദി മഹാവാക്യങ്ങളുടെ അർത്ഥചിന്തയിലൂടെ, അതിൻ്റെ ശ്രവണ മനന നിധിധ്യാസനങ്ങളിലൂടെ നമ്മുടെ മഹത്വത്തെ ആ ഗുരുവായൂരപ്പൻ പ്രകാശിപ്പിച്ചു തരും. ആ ഗുരുവായൂരപ്പൻ തന്നെ നമുക്ക് ഗുരുവായിത്തീരും. നമ്മളുടെ ഇഷ്ടദേവത തന്നെ നമുക്ക് ഗുരുവായിത്തീരും. എന്നിട്ട് ഈ തത്വത്തെ പ്രകാശിപ്പിച്ചു തരും. അതാണ് വാസ്തവത്തിൽ അവ്യാതെന്ന് പറയുന്നതിൻ്റെ പാരമാർത്ഥികമായിട്ടുള്ള തലം, അർത്ഥം. അതിമനോഹരമായിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ആശയമാണിതിലുള്ളത്. ഉപനിഷത്തുക്കളുടെ മുഴുവൻ സാരമായിട്ടുള്ള ഒരു ശ്ലോകമാണ് എന്ന് പറയാം. യസ്മാദ് വാചോ നിവൃത്താഃ സമമപി മനസാ ലക്ഷണാമീക്ഷമാണാഃ സ്വാർത്ഥാലാഭാത് പരാർത്ഥവ്യപഗമകഥനശ്ലാഘിനോ വേദവാദാഃ നിത്യാനന്ദം സ്വസംവിന്നിരവധി വിമലസ്വാന്ത സംക്രാന്ത ബിംബ ഛായാപത്യാപി നിത്യം സുഖയതി യമിനോ യത്തദവ്യാന്മഹോനഃ. ആ മഹസ് നമ്മെ രക്ഷിക്കട്ടെ എന്ന്. ബാക്കി ഞങ്ങൾ കൂടുതൽ ചിന്തിക്കുക ഈ പറഞ്ഞതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ. ഇനി ഇത് കൂടുതൽ ചിന്തിക്കണമെങ്കിൽ എന്ത് വേണം? കൂടുതൽ അറിവ് വേണം. ഏതിനെക്കുറിച്ച്? നമ്മുടെ ഉപനിഷത്തുക്കളും നമ്മുടെ ഭഗവത്ഗീതയും അതുപോലെയുള്ള ശാസ്ത്രങ്ങളൊക്കെ കേട്ട് പരിചയമുള്ള ആളുകൾക്ക് ആ വിഷയങ്ങളൊക്കെ ഇതിലേക്ക് അന്വയിപ്പിച്ച്, അപ്പോൾ ഒരു കുറേ കൂടി വിശാലമായിട്ടുള്ളൊരു വീക്ഷണം കിട്ടും. അങ്ങനെ ആ തത്വത്തെക്കുറിച്ച് ചിന്തിച്ച് ആ ഭഗവാന്റെ മഹിമയെ തിരിച്ചറിഞ്ഞ് ഭഗവാനെ നമുക്ക് സ്തുതിക്കാം, വണങ്ങാം. അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ആപാദാദാച ശീർഷാദ് വപുരിതമനഘം വൈഷ്ണവം യസ്വചിത്തേ ദത്തേ നിത്യം നിരസ്താകില കലികലുഷേ സന്തദാന്തഃ പ്രമോദഃ ജുഹ്വജ്ജിഹ്വാകൃശാനൗ ഹരചരിതഹവി സ്തോത്രമന്ത്രാനുപാടൈഃ തൽപാദാംബോരുഹാഭ്യാം സതതമപി നമസ്കുർമഹേ നിർമ്മലാഭ്യാം. ആപാദാദാച ശീർഷാദ് വപുരിതമനഘം വൈഷ്ണവം യസ്വചിത്തേ ദത്തേ നിത്യം നിരസ്താകില കലികലുഷേ സന്തദാന്തഃ പ്രമോദഃ ജുഹ്വജ്ജിഹ്വാകൃശാനൗ ഹരചരിതഹവി സ്തോത്രമന്ത്രാനുപാടൈഃ തൽപാദാംബോരുഹാഭ്യാം സതതമപി നമസ്കുർമഹേ നിർമ്മലാഭ്യാം. ഇവിടെ
ആചാര്യ ഭഗവത്പാദര് ഭഗവാന്റെ ഭക്തജനങ്ങളെ പോലും നമസ്കരിക്കുന്നു. ആരാണോ നിത്യവും ഭഗവാന്റെ ഈ ഭാവത്തെ ധ്യാനിക്കുന്നത്, എന്നും ഭഗവാനെ സ്തുതിക്കുന്നത്, അങ്ങനെയുള്ള സജ്ജനങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ ഞാനിതാ അല്ലെങ്കിൽ ഞങ്ങളിതാ നമസ്കരിക്കുന്നു. നമസ്കുർമഹേ എന്ന് പറഞ്ഞാൽ വയം നമസ്കുർമഹേ, ഞങ്ങൾ നമസ്കരിക്കുന്നു എന്നർത്ഥത്തിലാണ്. വയം നമസ്കുർമഹേ, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അറിവുള്ളവരൊക്കെ നമസ്കരിക്കുന്നു. ആരെ? എന്നും ഭഗവാനെ ചിന്തിക്കുന്നവരെ, ഭഗവാനെ ധ്യാനിക്കുന്നതായിട്ടുള്ള സജ്ജനങ്ങളെ നമസ്കരിക്കുന്നു. സതതമപി നമസ്കുർമഹേ നിർമ്മലാഭ്യാം തൽപാദാംബോരുഹാഭ്യാം. തൽപാദാംബോരുഹാഭ്യാം, അവരുടെ പാതാരവിന്ദങ്ങൾ, അത്യന്തം നിർമ്മലങ്ങളായ അവരുടെ പാതാരവിന്ദങ്ങളിലേക്ക് ഞങ്ങൾ എപ്പോഴും നമസ്കരിക്കുന്നു എന്നാണ്. അപ്പോൾ ആരാണ് ഈ നമസ്കരിക്കപ്പെടുന്നവർ? ആരുടെ പാതാരവിന്ദങ്ങളിലാണ് നമസ്കരിക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ആപാദാദാച ശീർഷാദ് വപുരിതമനഘം വൈഷ്ണവം യസ്സുചിത്തേ ദത്തേ നിത്യം. എന്താ പറഞ്ഞ? യഹ, ഏതൊരുവനാണോ നിത്യം സ്വചിത്തേ ഭഗവാന്റെ വൈഷ്ണവം ഈ രൂപത്തെ സ്വചിത്തേ ദത്തേ എന്നാണ്. ഭഗവാന്റേതായിട്ടുള്ള ഈ വൈഷ്ണവ ഭാവത്തെ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള വിഷ്ണുവിൻ്റെ തത്വം അറിഞ്ഞുകൊണ്ട് ആ വൈഷ്ണവ രൂപത്തെ, വൈഷ്ണവ വിഭൂതികളെ ഒക്കെ ആരാണോ സ്വചിത്തേ ദത്തേ, നിത്യം സ്വചിത്തേ ദത്തേ, നിത്യവും തൻ്റെ ഹൃദയത്തിൽ ധരിക്കുന്നത്. അപ്പോൾ യഹ സന്തത അന്തഃപ്രമോദ, ആരാണോ എപ്പോഴും അന്തഃപ്രമോദ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ പ്രമോദത്തോടുകൂടി, ആനന്ദത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, നിരസ്ത അഖില കലികലുഷേ സ്വചിത്തേ, നിരസ്തമായ അഖില കലികലുഷങ്ങളോടുകൂടിയ സ്വചിത്തത്തിൽ എന്ന് പറഞ്ഞാലോ, കലികലുഷങ്ങളെയൊക്കെ നിരസിച്ചിട്ട് കലികാലത്തുണ്ടാകാവുന്ന എല്ലാ മാലിന്യങ്ങളെയും ഹൃദയത്തിൽ നിന്ന്, സ്വചിത്തത്തിൽ നിന്ന് ശുദ്ധീകരിച്ചിട്ട്. അപ്പോൾ ഈ കലികാലത്ത് ഇഷ്ടംപോലെ മാലിന്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറും. എല്ലാ വഴികളും അങ്ങനെ മാലിന്യം വഹിച്ചുകൊണ്ട് വരികയാണ്. എവിടെ നോക്കിയാലും മാലിന്യങ്ങളേ ഉള്ളൂ, അല്ലേ? കണ്ണ് തുറന്നാൽ, കാത് തുറന്നാൽ കേൾക്കാനുള്ളതും കാണാനുള്ളതും, ഏത് മാധ്യമങ്ങൾ തുറന്നാലും ഒക്കെ മാലിന്യങ്ങൾ തന്നെയാണ്. ഈ മാലിന്യങ്ങളാണ് കലികലുഷം. പണ്ടൊന്നും ഇത്ര മാലിന്യങ്ങൾ ഉണ്ടായിരുന്നില്ല, അല്ലേ? നമ്മുടെ കുട്ടിക്കാലത്ത് ഇത്രയും മാലിന്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു 100 കൊല്ലം മുമ്പ് ഇത്രയും മാലിന്യങ്ങൾ ഒട്ടും ഉണ്ടായിരുന്നില്ല. ഒരു 500 കൊല്ലം മുമ്പ് മാലിന്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു യുഗം മുമ്പേ ദ്വാപര യുഗത്തിൽ ഇത്രയും മാലിന്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ത്രേതായുഗത്തിൽ മാലിന്യങ്ങൾ ഒട്ടും ഉണ്ടായിരുന്നില്ല. സത്യയുഗത്തിൽ മാലിന്യങ്ങളേ ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ മാലിന്യം ദിനം പ്രതി വർദ്ധിച്ച് വരികയാണ്. കാണുന്നതും കേൾക്കുന്നതും ഒക്കെ വൃത്തികേടുകളാണ്. ഇത് മുഴുവൻ നമ്മുടെ അന്ധകരണത്തെ കളങ്കപ്പെടുത്തുന്നുണ്ട്. രജസ്സും തമസ്സും വർദ്ധിപ്പിക്കുന്നുണ്ട്. അതാണ് മാലിന്യം. നമ്മുടെ ഉള്ളിൽ വേണ്ടാത്ത വിക്ഷോഭങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. മനസ്സിനെ ഇങ്ങനെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ തമസ്സും രജസ്സുമാകുന്ന മാലിന്യം നമ്മൾ വാരിക്കൂട്ടിക്കൊണ്ടേയിരിക്കേണ്ട ദിവസവും അതിനെ നിരസിച്ചിട്ട്, അതിനെ ശുദ്ധീകരിച്ചിട്ട്. അപ്പോൾ അത് നിരസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അനാവശ്യമായിട്ടുള്ള ഈ ലോകത്തിലേക്കൊന്നും തലയിടാതിരിക്കണം. ഈ പത്രമാധ്യമങ്ങളും TV-കളും ഒക്കെ കാണാതെ ആവണം. പിന്നെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ തന്നെ കുറേ അപകടങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. ലോകത്തുള്ള വർത്തമാനങ്ങൾ മുഴുവൻ നമ്മൾ ഇമ്മീഡിയറ്റായിട്ട് അറിയണം. എന്ത് കൊള്ളരുതായ്മ നടന്നാലും അപ്പം അറിയേണ്ടത് നമുക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിലും നിയന്ത്രണം വേണം നമുക്ക്. നല്ല നല്ല മെസ്സേജ് അയക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കണം. ആത്മീയമായിട്ടുള്ള, ശുദ്ധമായിട്ടുള്ള, നല്ല സഭ്യമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ഷെയർ ചെയ്യുന്ന ആളുകളുമായിട്ട് മാത്രം ബന്ധം നിയന്ത്രിക്കണം. ബാക്കിയുള്ളവരെയൊക്കെ കുറേ നിരസിക്കണം, കുറേ പുറത്തു നിർത്തണം, അല്ലേ? നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഫ്രണ്ട്ഷിപ്പ് നിരസിക്കാറുണ്ട്, സ്വീകരിക്കാറുണ്ട്. ആളുടെ ഏകദേശം നമ്മൾ പ്രൊഫൈൽ നോക്കിയിട്ട് വേണം, അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് വേണം ആളുകളെ സ്വീകരിക്കാൻ.
അതിന് ചില ആളുകൾ പ്രൊഫൈൽ പൂട്ടി വെച്ചിട്ടുണ്ടാവും. അവരെയൊന്നും ഫ്രണ്ട്സായിട്ട് സ്വീകരിക്കേണ്ട, അവർക്ക് പ്രൊഫൈൽ കാണിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഒന്ന് നോക്കുക. അവർക്ക് ഇത്രയും കാലം ഏതൊക്കെ മെസ്സേജുകളാണ് ഷെയർ ചെയ്തിരിക്കുന്നത്, ഏത് വിഷയത്തിലാണ് അവർക്ക് താല്പര്യം കൂടുതൽ എന്ന് നോക്കിയിട്ട് വേണം അവരെ നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്, ഫ്രണ്ട്സ് ആക്കാമോ എന്ന്. അപ്പോൾ സാത്വികന്മാരായിട്ടുള്ള ഫ്രണ്ട്സിനെ സ്വീകരിക്കണം. സത്വഗുണമുള്ളതായിട്ടുള്ള ആളുകളുമായിട്ട് സംഘം വേണം. അപ്പോഴേ നമുക്ക് സത്വഗുണം വരുള്ളൂ, സാത്വികമായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ ചേരുക. അങ്ങനെയുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുക. അങ്ങനെ ഇതിനുപയോഗിക്കുക എന്നർത്ഥം. അത് നമ്മുടെ നിയന്ത്രണത്തിലാക്കാം നമുക്ക്, നമ്മൾ വിവേകം ഉപയോഗിച്ച. അപ്പം ഇങ്ങനെ മാലിന്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് ചുറ്റും, അത് നമ്മൾ നിരസിക്കണം. അതാണ് നിരസ്ത അഖില കലികലുഷേ സ്വചിത്തേ. അഖില കലികലുഷങ്ങളെയും നിരസിച്ച സ്വചിത്തത്തിൽ, സ്വന്തം ഹൃദയത്തിൽ, ശുദ്ധമായ ചിത്തത്തിൽ, ആപാദാത് ആശീർഷാത് ച ഇദം അനകം വൈഷ്ണവം വബുഹു. ആപാദാത് എന്ന് പറഞ്ഞാൽ പാദം മുതൽക്ക്, ആപാദാത് പാദം മുതൽക്ക്, ആശീർഷാത് ആപാദാത് ആശീർഷാത് എന്ന് ഒന്നിച്ച് പറയുമ്പോൾ പാദാദി കേശം തന്നെ, ശീർഷം വരേക്കും. ഇതം അനഘം വൈഷ്ണവം വബുഹു. ഈ അനഘമായിരിക്കുന്ന നിഷ്കളങ്കമായിരിക്കുന്ന, പാപരഹിതമായിരിക്കുന്ന, ശുദ്ധമായിരിക്കുന്ന വൈഷ്ണവം വബുഹു, ആ വൈഷ്ണവ രൂപത്തെ നിത്യം ദത്തേ എന്നും ധരിക്കുന്നത്, അങ്ങനെയുള്ളവൻ്റെ പാദങ്ങളിൽ ഞാൻ നമിക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥം. അതുപോലെ ജിഹ്വാകൃശാനൗ ഹരിചരിത ഹവിഹി സ്തോത്രമന്ത്രാനുപാടൈഹി. അടുത്ത് പറഞ്ഞു എന്താണ്? സ്തോത്രമന്ത്രാനുപാടൈഹി. സ്തോത്രം, മന്ത്രം അവയുടെയൊക്കെ അനുപാഠം കൊണ്ട്. അനുപാഠം എന്ന് പറഞ്ഞാൽ നിരന്തരമായ പഠനം. അനു എന്നുള്ളത് കണ്ടിന്യൂറ്റിയെ സൂചിപ്പിക്കുന്ന പദമാണ്. അപ്പോൾ അനുപാഠം എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും പാരായണം ചെയ്താൽ പോരാ, നിരന്തര പാരായണം കൊണ്ട്, സ്തോത്രങ്ങളും മന്ത്രങ്ങളും നിരന്തരം പാരായണം ചെയ്തുകൊണ്ട്. ജിഹ്വാകൃശാനൗ ഹരി ചരിത ഹവി ജുഹ്വത്. കൃശാനൗ എന്ന് പറഞ്ഞു. ജിഹ്വാകൃശാനൻ ആരാണ്? കൃശാനു എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ പര്യായമാണ്. കൃശാനു. ജിഹ്വാകൃശാനു എന്ന് പറഞ്ഞാലോ നാവിലുള്ള അഗ്നിയിൽ. നാവിൽ അഗ്നിയുണ്ട്, അതാണ് വാക്കിൻ്റെ രൂപം അല്ലേ? നാവിലിരിക്കുന്ന അഗ്നിയാണ് വാക്ക്. വാചോ ദേവത വന്യഹി എന്നൊക്കെ നമ്മൾ കണ്ടു. വാക്കിൻ്റെ ദേവതയാണ് അഗ്നി. അപ്പോൾ വാക്കാകുന്ന അഗ്നിയിൽ ജിഹ്വാകൃശാനൗ ജുഹ്വത് ഹരിചരിത ഹവിഹി. ഇവിടെ നെയ്യ് ഹോമിക്കുന്നു. ഏത് നെയ്യാണ് ഹോമിക്കുന്നത്? ഹരിചരിത ഹവിഹി. ഹരിചരിതമാകുന്ന, ഭഗവാന്റെ ചരിത്രമാകുന്ന, ഭഗവാന്റെ പുരാണ കഥകളാകുന്ന, ഭാഗവത കഥകളാകുന്ന ആ ഹവിസ്സിനെ, ആ നെയ്യിനെ, ആ ഹോമദ്രവ്യത്തെ ജുഹ്വത് ആരാണോ ഹോമിക്കുന്നത് എന്ന് പറഞ്ഞാലോ എപ്പോഴും ഭഗവാന്റെ കീർത്തനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നത്, ഭഗവാന്റെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്, ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുന്നത്, ഭഗവാന്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും അവൻ്റെ നാവ് ഭഗവത് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പൊങ്ങുന്നത്, നാരായണന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം നാവ് ചലിപ്പിക്കുന്നവൻ്റെ പാദാരവിന്ദങ്ങളെ ഞങ്ങൾ നമസ്കരിക്കുന്നു എന്നാണ്. ജിഹ്വാകൃശാനൗ സ്തോത്രമന്ത്രാനുപാടൈഹി ഹരിചരിത ഹവിഹി ജുഹ്വത്. നിർമ്മലാഭ്യാം തത്പാദാംബോരുഹാഭ്യാമപി സതതം നമസ്കുർമഹേ. നിർമ്മലങ്ങളായിരിക്കുന്ന അവൻ്റെ പാദകമലങ്ങളെ രണ്ടിനെയും, പാദാംബോരുഹാഭ്യാം അപി അതിനെയും സതതം നമസ്കുർമഹേ എപ്പോഴും ഞങ്ങൾ നമസ്കരിക്കുന്നു. അപ്പോൾ ഭഗവാനെ മാത്രമല്ല ഇവിടെ വണങ്ങുന്നത്, ഭഗവാന്റെ കീർത്തനങ്ങൾ പാടിക്കൊണ്ടിരിക്കുക, ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുക, ഭഗവാന്റെ നാമജപം ചെയ്യുക, ഭഗവാന്റെ കഥകൾ പറയുക. അങ്ങനെയുള്ള മഹാത്മാക്കൾ
അവരുടെ നിർമ്മലമായിട്ടുള്ള മനസ്സിൽ എപ്പോഴും ഭഗവാന്റെ രൂപത്തെ ഉറപ്പിച്ചു നിർത്തുന്നവർ, അങ്ങനെയുള്ള ആ നിർമ്മല ഹൃദയന്മാരും നിർമ്മല പാദന്മാരുമായിരിക്കുന്ന തീർത്ഥപാദന്മാരുടെ പാദങ്ങളെ ഞങ്ങൾ നമസ്കുർമഹേ. ആപാദാദ ശീർഷാദ് വപുരിതമനഘം വൈഷ്ണവം യസ്വചിത്തേ ദത്തേ നിത്യം നിരസ്താകില കലികലുഷേ സന്തദന്തഃ പ്രമോദഃ ജുഹ്വജിഹ്വാകൃശാനൗ ഹരചരിതഹവി സ്തോത്രമന്ത്രാനുപാടൈഃ തൽപാദാംബോരുഹാഭ്യാം സതതമപി നമസ്കുർമഹേ നിർമ്മലാഭ്യാം. അടുത്ത ശ്ലോകത്തോടുകൂടി സമർപ്പിക്കുകയാണ്. നമുക്ക് നാളെ സമർപ്പിക്കാം. എന്തായാലും ഇന്നിപ്പോൾ സമയം 5 മിനിറ്റ് അധികമായി കഴിഞ്ഞു. നമുക്ക് പൂജയ്ക്കും മറ്റുമൊക്കെ ഉള്ളതായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇന്ന് നിർത്തുകയാണ്. നാളെ തുടരാം, നാളെ പൂർത്തീകരിക്കാം. ഹരി ഓം നാരായണ. ഓം കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭദിനാശംസകൾ. 10:30 മണിക്ക് നമ്മുടെ ഗുരുനാഥൻ്റെ ശ്രദ്ധാഞ്ജലിയാണ്, സ്മരണാഞ്ജലിയാണ്. അതിൽ എല്ലാവരും പങ്കെടുക്കുക. ഹരി ഓം നാരായണ.